പ്രിയമേടം രാശിക്കാരെ, ചന്ദ്രൻ മിഥുനം രാശിയിലേക്ക് നീങ്ങുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ ഈ ദിവസത്തെ നല്ലതാക്കുന്നു. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ബന്ധം, നിങ്ങളുടെ ജോലി എന്നിവയ്ക്കിടയിൽ ഒരു നല്ല സന്തുലിതാവസ്ഥ കണ്ടെത്തുക. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ മറ്റ് രണ്ടെണ്ണം അവഗണിക്കപ്പെട്ടു. അതുമൂലം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചിന്തയും ആസൂത്രണവും നിങ്ങൾക്ക് ചില ആശ്വാസവും മാനസിക വ്യക്തതയും നൽകും എന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനായി ചുവപ്പ് നിറത്തിലുള്ള എന്തെങ്കിലും ധരിക്കുക. ഇന്ന് വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമായ സമയമായി സൂചിപ്പിക്കുന്നു. ഈ വർഷം ശനിയുടെ സ്വാധീനം ശക്തമായിരിക്കും. അതിനാൽ തിരിച്ചടികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു സംരക്ഷണ വസ്തു എടുത്ത് സൂക്ഷിക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. പ്രതിവിധി: പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പ്രിയ ഇടവം രാശിക്കാരെ, ഇന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒരുമിച്ച് കൂട്ടി ധാരാളം വിനോദങ്ങളും സന്തോഷങ്ങളും ആസ്വദിക്കാൻ പറ്റിയ ഒരു മികച്ച ദിവസമാണ്. ഇന്ന് ചന്ദ്രൻ മിഥുനം രാശിയിലേക്ക് മാറുന്നതിനാൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ പങ്കുവയ്ക്കാൻ ഇത് ഒരു നല്ല ദിവസമാണ്. നിങ്ങൾ സ്വയം വിട്ടുകൊടുത്ത് കുറച്ച് വിനോദങ്ങളും സാഹസികതയും ആസ്വദിച്ചിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടാകും. അതിനാൽ നിങ്ങളുടെ ദിനചര്യയിൽ ഒതുങ്ങി നിൽക്കാതെ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യാൻ ഈ ദിവസം ഒരു അവസരമായി ഉപയോഗിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയി കുറച്ച് വിനോദങ്ങൾ ആസ്വദിച്ച് നിങ്ങളുടെ മനസ്സും ശരീരവും പുനരുജ്ജീവിപ്പിക്കുക. ഇന്ന് നിങ്ങൾക്ക് വിനോദം എന്നതാണ് പ്രധാന വാക്ക്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യമുള്ളതാണ്. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയം അനുകൂലമായ ഫലങ്ങൾക്ക് ഏറ്റവും മികച്ചതാണ്. ഇന്ന് പർപ്പിൾ നിറം നിങ്ങൾക്ക് ഭാഗ്യമുള്ള നിറമാണ്. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ഇന്ന് പർപ്പിൾ ധരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായ പോസിറ്റീവ് കോസ്മിക് ഊർജത്തെ ആകർഷിക്കും. ഈ വർഷം നിങ്ങളുടെ ജാതകത്തിൽ രാഹുവിന്റെ ശക്തമായ സാന്നിധ്യം വൈകാരിക സന്തുലിതാവസ്ഥയെ വെല്ലുവിളിച്ചേക്കാം. സമാധാനവും സ്നേഹവും നിറഞ്ഞ ഊർജം വീണ്ടെടുക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ചില പ്രത്യേക പ്രതിവിധികൾ നിർദ്ദേശിക്കുന്നു. പ്രതിവിധി: ഒരു വിശ്രമിക്കുന്ന ഇടവേള എടുക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, ചന്ദ്രൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് മനസ്സമാധാനമില്ലാത്ത പ്രശ്നങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കാം. നിങ്ങൾക്ക് നിരാശയും അസ്വസ്ഥതയും തോന്നിയേക്കാം. ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമല്ല, പക്ഷേ ഈ സമയങ്ങൾ എന്നേക്കുമായി നിലനിൽക്കില്ല. ഒരേ സമയം ഒരു കാര്യം മാത്രം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. ആരോടെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾക്ക് മെച്ചപ്പെടാൻ സഹായിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ മുന്നോട്ടു പോകുക. ഇന്ന് മരതക പച്ച നിറം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. ഇന്ന് വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമായിരിക്കും. ഈ വർഷം വ്യാഴം വികാസത്തെ സ്വാധീനിക്കുന്നതിനാൽ പുതിയ സമ്പത്ത് ആകർഷിക്കാൻ ഒന്ന് അല്ലെങ്കിൽ ഒന്ന് വെക്കുക. പരിഹാരം: വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയ കർക്കടകം രാശിക്കാരെ, മിഥുനം രാശിയിൽ ചന്ദ്രന്റെ സ്വാധീനം കാരണം കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ ഉള്ള തർക്കങ്ങൾ ഒഴിവാക്കേണ്ടത് പ്രധാനമാണ്. അല്ലെങ്കിൽ അത് നിങ്ങളെ ദിവസം മുഴുവൻ വിഷാദത്തിലാക്കിയേക്കാം. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉപദേശിക്കുന്നത് നിങ്ങളുടെ സമയം വിവേകപൂർവ്വം നിക്ഷേപിക്കാനും നിങ്ങളുടെ പോരാട്ടങ്ങൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കാനും ആണ്. അങ്ങനെ ദിവസാവസാനം നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിൽ അഭിമാനിക്കാൻ കഴിയും. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ കുടുംബവും തമ്മിൽ വരാൻ അനുവദിക്കരുത്. നിങ്ങളുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പം ഗുണമേന്മയുള്ള സമയം ചെലവഴിക്കുന്നത് പ്രധാനമാണ്. അത് തീർച്ചയായും നിങ്ങൾക്ക് നല്ല അനുഭവം നൽകും. വൈകുന്നേരം 5 മണി മുതൽ വൈകുന്നേരം 6:30 മണി വരെ പുതിയ എന്തെങ്കിലും ആരംഭിക്കാൻ നല്ല സമയമാണ്. തിളക്കമുള്ള മഞ്ഞ നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. ഈ വർഷം വ്യാഴം നിങ്ങളുടെ ആത്മവളർച്ചയെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിനാൽ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് ഉപദേശിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളെ ശമിപ്പിക്കാനും അവബോധം ശക്തിപ്പെടുത്താനും പഴയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുക എന്നതാണ്. പ്രിയ സിംഹരാശിക്കാരെ, മിഥുനം രാശിയിൽ ചന്ദ്രന്റെ സാന്നിധ്യത്തോടെ നിങ്ങളുടെ ആത്മവിശ്വാസം ഇന്ന് വർദ്ധിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തിയേക്കാം.
ഇത് നിങ്ങളെ സന്തോഷകരവും സംതൃപ്തവുമായ മാനസികാവസ്ഥയിൽ നിലനിർത്തും. ഇത് നിങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രയോജനം ലഭിക്കും. നിങ്ങളുടെ നല്ല മനോഭാവവും ആത്മവിശ്വാസവും കൊണ്ട് ചുറ്റുമുള്ളവരെ ആകർഷിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും കഴിയും. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ശുപാർശ ചെയ്യുന്നത് ഉച്ചയ്ക്ക് 12 മണി മുതൽ 2:30 മണി വരെയുള്ള സമയത്ത് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്യുകയോ ആസൂത്രണം ചെയ്യുകയോ ചെയ്യുക എന്നതാണ്. കാരണം ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. ക്രീം നിറം ഈ ദിവസത്തേക്ക് നിങ്ങളുടെ ഭാഗ്യനിറമായിരിക്കും. ഈ വർഷം രാഹുവിന്റെ ശക്തമായ സ്വാധീനത്തെ ചെറുക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഒരു പുസ്തകം വായിക്കാൻ ശുപാർശ ചെയ്യുന്നു. പ്രിയ കന്നി രാശിക്കാരെ, ചന്ദ്രൻ മിഥുനം രാശിയിൽ ആയതിനാൽ തൊഴിൽപരമായി നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ നല്ല സമയങ്ങൾ വരുന്നു. നിങ്ങളുടെ കരിയർ സാധ്യതകൾ വികസിപ്പിക്കുന്ന ഒന്നിലധികം തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ സഹപ്രവർത്തകർ ഇന്ന് അനുസരണയുള്ളവരും സഹകരണ മനോഭാവമുള്ളവരുമായിരിക്കും. ഇത് സമയപരിധിക്ക് മുമ്പ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങളെ സഹായിക്കും. എന്നിരുന്നാലും ഇന്ന് ഗാർഹിക കാര്യങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം. 2 മേഖലകൾക്കിടയിൽ നിങ്ങളുടെ സമയം കൃത്യമായി വിഭജിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സുഗമമായി മുന്നോട്ടു പോകാൻ കഴിയും എന്ന് താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. ഇന്ന് പർപ്പിൾ നിറം നിങ്ങളുടെ ഭാഗ്യ നിറമായിരിക്കും. വൈകുന്നേരം 4 മണി മുതൽ 5:30 മണിവരെ ഉള്ള സമയം നിങ്ങൾക്ക് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ശനി സംബന്ധമായ തടസ്സങ്ങൾക്കായി ക്ഷമയും അച്ചടക്കവും ശക്തിപ്പെടുത്തുന്നതിന് താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ശുപാർശ ചെയ്യുന്നു. ഒരു പുതിയ ഹോബി പരീക്ഷിക്കുക. പ്രിയ തുലാം രാശിക്കാരെ, ചന്ദ്രൻ മിഥുനം രാശിയിൽ തുടരുന്നതിനാൽ നിങ്ങൾ നേരിടുന്ന ഒരു പ്രയാസകരമായ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ നിങ്ങളുടെ വിവേകവും ഉയർന്ന അവബോധശക്തിയും ഉപയോഗിക്കാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ജീവിതത്തിൽ അതിൻ്റേതായ പ്രതിബന്ധങ്ങളുണ്ട്. ചില സമയങ്ങളിൽ പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ശരിയും തെറ്റും എന്താണെന്ന് വഴികാട്ടാൻ നിങ്ങളുടെ അവബോധത്തിന് കീഴടങ്ങുക. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉപദേശിക്കുന്നു. ധൈര്യശാലിയായിരിക്കുക. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നതിനൊപ്പം മുന്നോട്ടു പോകുക. വെളുത്ത നിറം ധരിക്കുന്നത് ഇന്ന് സമാധാനവും വ്യക്തതയും കൊണ്ടുവരാൻ സഹായിക്കും. രാവിലെ 9:30 മുതൽ രാവിലെ 11:45 വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. ശനി ഗ്രഹത്തിന്റെ നിയന്ത്രിത ഫലങ്ങളെ സന്തുലിതമാക്കാൻ ഒരു അമേത്തിസ്റ്റ് പെൻഡന്റ് ധരിക്കുക, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ടൂർമാലിൻ ടമ്പിൾ അടുത്തു സൂക്ഷിക്കുക. പ്രതിവിധി: പതിവായി വ്യായാമം ചെയ്യുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, മിഥുനം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങളിൽ ചിലരെ കടമകളും ഉത്തരവാദിത്തങ്ങളും കൊണ്ട് അമിതഭാരമുള്ളവരാക്കി മാറ്റിയേക്കാം. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വീടും ജോലിയും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്താനും നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും ശുപാർശ ചെയ്യുന്നു. നിങ്ങളിൽ ചിലർക്ക് ഒരു ഇടവേളയോ ദീർഘയാത്രയോ ആവശ്യമായി തോന്നിയേക്കാം. എന്നാൽ നിങ്ങൾ ചുമക്കുന്ന ഉത്തരവാദിത്തങ്ങൾ റദ്ദാക്കാൻ നിങ്ങളെ നിർബന്ധിച്ചേക്കാം. ഈ വികാരങ്ങളെല്ലാം സന്തുലിതമാക്കേണ്ടതിനാൽ ഇന്ന് ഒരു വെല്ലുവിളിയായി തോന്നിയേക്കാം. കാര്യങ്ങൾക്ക് മുൻഗണന നൽകുകയും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ മികച്ച ഫലങ്ങൾക്കായി വൈകുന്നേരം 3:45 മുതൽ വൈകുന്നേരം 5:30 വരെ ചെയ്യുക. നീലനിറം ഈ ദിവസം നിങ്ങൾക്ക് ഭാഗ്യകരമായിരിക്കും. ശനി നിങ്ങളുടെ പ്രധാന ജീവിത മേഖലകളെ പരീക്ഷിക്കുന്നതിനാൽ വ്യക്തതയ്ക്കായി ഒരു പ്രത്യേക രത്നം അല്ലെങ്കിൽ വസ്തു ധരിക്കുകയോ കൊണ്ടു നടക്കുകയോ ചെയ്യുക. പ്രതിവിധി: ശാന്തമായ സംഗീതം കേൾക്കുക. പ്രിയ ധനുരാശിക്കാരെ, മിഥുനം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങളിൽ ചിലർക്ക് അജ്ഞാതമായവ കണ്ടെത്താനുള്ള തിടുക്കം അനുഭവപ്പെടാം. ഇത് നിങ്ങളെ അസ്വസ്ഥരാക്കിയേക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായും കുടുംബാംഗങ്ങളുമായും സമയം ചെലവഴിക്കാനും ആഘോഷിക്കാനും അവസരം ലഭിക്കുന്നതിനാൽ ഇന്ന് ഒരു മികച്ച ദിവസമായി മാറും. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒത്തുചേരുന്നത് പതിവായി സംഭവിക്കുന്ന ഒന്നല്ല. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് ഇന്ന് ഒഴുക്കിനൊപ്പം പോകാനും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാതിരിക്കാനുമാണ്. ഈ ദിവസത്തിന്റെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ സഹജാവബോധത്തെ മുന്നോട്ട് നയിക്കാൻ അനുവദിക്കുക.
വിജയത്തിനായി ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ലൈം ഗ്രീൻ നിറം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. ഈ വർഷം വ്യാഴം നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനാൽ മുന്നോട്ട് പോകാൻ എന്തെങ്കിലും തിരഞ്ഞെടുക്കുക. പരിഹാരം: നന്ദി പരിശീലിക്കുക. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മിഥുനം രാശിയിൽ ആയതിനാൽ നിങ്ങൾ ആശയവിനിമയം നടത്താൻ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പറയുന്നതിന് മുമ്പ് ചിന്തിക്കുക. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടാൽ നിങ്ങൾ തീ ആളിക്കത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആവർത്തിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായാൽ നിങ്ങൾക്ക് നിരാശ തോന്നിയേക്കാം. പക്ഷേ അത് അംഗീകരിക്കുക. നിങ്ങളെത്തന്നെ പ്രകടിപ്പിക്കാൻ ഇന്ന് എഴുതാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നത് ഇന്ന് നിങ്ങൾ ഇപ്പോഴും ദേഷ്യമുള്ള മാനസികാവസ്ഥയിലായിരിക്കാം എന്നാണ്. ശാന്തവും സൗമ്യവുമായ മനോഭാവം നിലനിർത്തുക. നിങ്ങളുടെ പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യകതകൾ നിങ്ങൾ മനസ്സിലാക്കുകയും അതിനോട് തുറന്നു പെരുമാറുകയും വേണം. രാഹു പ്രധാന ഊർജങ്ങളെ രൂപപ്പെടുത്തുന്നതിനാൽ നിങ്ങളെ കേന്ദ്രീകൃതമായി നിലനിർത്തുന്നു. പരിഹാരം: സമ്മർദ്ദകരമായ സംഭാഷണങ്ങൾ ഒഴിവാക്കുക. കുംഭം രാശിയുടെ ദൈനംദിന ജാതകത്തിൽ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നു. നിങ്ങൾ ഒരു കുടുംബ പരിപാടി ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യും. മിഥുനം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരുക്കങ്ങളിലും ആഘോഷങ്ങളിലും ഒരുപോലെ പങ്കുചേരും എന്നാണ്. ഈ അനുഭവം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അളവറ്റ സന്തോഷം നൽകുകയും നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും. പിങ്ക് വസ്ത്രം ധരിക്കുക. അങ്ങനെ എല്ലാവരുടെയും കണ്ണുകൾ നിങ്ങളിൽ പതിയും. നിങ്ങൾ മണിക്കൂറുകളോളം ആഘോഷങ്ങളിൽ തിരക്കിലായിരിക്കും. അതിനാൽ സ്വയം അധികം ബുദ്ധിമുട്ടിക്കരുത്. പ്രിയ കുംഭം രാശിക്കാരെ, വൈകുന്നേരം 4:35 മുതൽ വൈകുന്നേരം 5:35 വരെ നിങ്ങൾ ഒരു അപരിചിതനെ കണ്ടുമുട്ടും. അയാൾ ഒരു ഉത്തമ സുഹൃത്തായി മാറുമെന്ന് പ്രവചിക്കപ്പെടുന്നു. ശനി ഊർജങ്ങളെ നിയന്ത്രിക്കുന്നതിനാൽ നിരന്തരമായ പ്രതിബദ്ധതയ്ക്കായി താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളുടെ സ്ഥലത്ത് എന്തെങ്കിലും വെക്കാൻ ശുപാർശ ചെയ്യുന്നു. പരിഹാരം: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയമീനം രാശിക്കാരെ, ചന്ദ്രൻ മിഥുനം രാശിയിലേക്ക് നീങ്ങുമ്പോൾ അത് നിങ്ങളുടെ ഗാർഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാനുള്ള അവസരമുള്ളതിനാൽ ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. തൊഴിൽപരമായി ശ്രദ്ധ വ്യതിചലിക്കാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്യുന്നു. നിങ്ങളുടെ പ്രചോദിതവും മത്സരപരവുമായ സമീപനം മറ്റെല്ലാവരെക്കാളും മുന്നിലെത്താൻ നിങ്ങളെ സഹായിക്കും. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നത് ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏത് കാര്യത്തിലും വിജയിക്കുമെന്നാണ്. കാരണം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി പുഞ്ചിരിക്കുന്നു. ഇന്ന് പച്ചനിറം നിങ്ങൾക്ക് ഭാഗ്യമാണ്. വൈകുന്നേരം 7 മണി മുതൽ രാത്രി 9 മണിവരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. പ്രതിവിധി: ഒരു ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്യുക.